നമ്മൾ പുതിന അല്ലെങ്കിൽ മിൻറ്റ് അറിയാത്തവർ വളരെ കുറവായിരിക്കും. ചട്നി ഉണ്ടാക്കുന്നത് മുതൽ നമ്മൾ ജ്യൂസിൽ വരെ ചേർക്കാവുന്ന ഒരിലയാണ് പുതിനയില. പുതിനയുടെ ടേസ്റ്റും പുതിനയുടെ മണവും ഒക്കെ നമുക്ക് ഏറെ ഇഷ്ടമാണ്. എന്നാൽ ഇത് മണത്തിനും രുചിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണെന്ന് അറിയാവുന്നവർ വളരെ കുറവായിരിക്കും. പുതിനയില നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വീക്കം തടയാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രകൃതിദത്ത പരിഹാരമാണ്. നമ്മുടെ വയറിലെ ഏത് തരത്തിലുള്ള വീക്കവും കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇത്. കൂടാതെ ദഹനക്കേട് ഒഴിവാക്കാനായിട്ടും ഫലപ്രദമാണ്. പുതിനയിലയിൽ ഫോസ്ഫറസ്, കാൽസ്യം, വിറ്റമിൻ സി, വിറ്റമിൻ ഡി, വിറ്റമിൻ ഇ, വിറ്റമിൻ എ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. അങ്ങനെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സെൽ ഡാമേജിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പറഞ്ഞു ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വീക്കം തടയുമെന്ന്. അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ബാക്ടീരിയൽ സവിശേഷതയുള്ളൊരു ഇല കൂടിയാണ്. ഇത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും. മുഖക്കുരുവിനായിട്ട് നല്ലൊരു പോംവഴിയാണ് പുതിനയില. പുതിനയിലയിൽ ഉയർന്ന അളവിൽ സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖക്കുരു മൂലമുണ്ടാകുന്ന പാടുകളെയൊക്കെ ഫലപ്രദമായിട്ട് നേരിടാൻ ഇത് നമ്മളെ സഹായിക്കും. നമ്മുടെ ഡൈജഷന് ആവശ്യമായിട്ടുള്ള എൻസൈമുകളെ സജീവമാക്കുന്നത് കൊണ്ട് തന്നെ ഓക്കാനം തടയുന്നത് കൊണ്ട് മോർണിംഗ് സിക്നസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കിത് ഏറെ ഗുണം ചെയ്യും. പുതിനയിലയിൽ റോസ്മാരിനിക് ആസിഡ് എന്ന സ്ട്രോങ് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫാക്ടേഴ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് അലർജി ഉണ്ടാക്കുന്ന സംയുക്തങ്ങളെയൊക്കെ തടയുകയും അതുവഴി നമുക്ക് അലർജി ആസ്മയൊക്കെ ബാധിക്കുന്ന പ്രശ്നം ഉള്ളവരാണെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആകുകയും ചെയ്യും. നമ്മളിൽ പലർക്കും ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയൊക്കെ സമയത്ത് കൂടെ നല്ല രീതിയിൽ ജലദോഷം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം തരാനായിട്ടും പുതിനയില നമ്മളെ സഹായിക്കും. നമ്മുടെ മൂക്ക്, തൊണ്ട, ശ്വാസകോശം എന്നിവയിൽ നിന്നുള്ള കഫം നീക്കാനായിട്ട് പുതിനയില നമ്മളെ സഹായിക്കും. അതിനാൽ തന്നെ ജലദോഷത്തിനും ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ചികിത്സിക്കാനായിട്ട് ഇതേറെ നല്ലതാണ്. മാത്രമല്ല പുതിനയുടെ ആൻറ്റി ബാക്ടീരിയൽ ഗുണം മൂലം നമുക്കുണ്ടാകുന്ന ചുമ മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ ഒഴിവാക്കാനായിട്ടും ഇത് സഹായിക്കും. നമുക്കറിയാം പല ടൂത്ത് പേസ്റ്റുകളിലും പുതിന അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ പരസ്യത്തിലും ഇതൊക്കെ കാണാറുണ്ട്. അതൊക്കെ ഈ പുതിനയിലയുടെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ കാരണമാണ്. ഇത് നമ്മുടെ വായിലുണ്ടാകുന്ന ബാക്ടീരിയകളുടെ വളർച്ചയെ തടയുകയും നമ്മുടെ പല്ലിലുണ്ടാകുന്ന പ്ലാക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യും. ബാക്ടീരിയയെ നശിപ്പിക്കുന്നത് മൂലം നമ്മുടെ വായുനാറ്റം തടയാനായിട്ട് സഹായിക്കും. അതുവഴി നമ്മുടെ വായയ്ക്കും അതുപോലെ തന്നെ പല്ലിനും സ്വാഭാവികമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താനായിട്ട് പുതിനയില സഹായിക്കും. പുതിനയിലയുടെ സ്മെല്ലിനോട് നീരസമുള്ളവർ വളരെ കുറവായിരിക്കും. പുതിനയിലയുടെ സ്മെല്ല് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയും അതിലൂടെ നമ്മുടെ തലച്ചോറിനെയും ശരീരത്തെയും വിശ്രമിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കോർട്ടിസോളിൻ്റെ അളവ് നിയന്ത്രിക്കുകയും സമ്മർദ്ദത്തിന് സ്വാഭാവിക പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്യുന്ന അഡാപ്റ്റോജനിക് ഗുണങ്ങളും പുതിനയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണത്തിനോ രുചിക്കോ വേണ്ടിയിട്ടല്ല, ഇനി നമ്മുടെ ആരോഗ്യത്തിനായിട്ടും കൂടെ പുതിനയില മടിയില്ലാതെ നമുക്ക് ആഹാരത്തിൽ ഉപയോഗിക്കാം.